ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇന്ന് സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണം. കർമ്മ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ തിരുവോണ ദിനാശംസകൾ. ജാതിഭേദമന്യേ ഉള്ളവനും ഇല്ലാത്തവനും എന്നൊരു വേർതിരിവുകളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഓണത്തിന്റെ വരവറിയിച്ച് പൊന്നിൻ ചിങ്ങം പിറക്കുന്നതോടുകൂടി തന്നെ കേരളക്കര ഒന്നാകെ മഹാബലി തമ്പുരാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കും. പൂക്കളവും പുത്തനുടുപ്പും സദ്യയും വിവിധ ഓണാഘോഷ പരിപാടികളൊക്കെ തന്നെ ഈ ഒരു ഓണത്തിന്റെ മാറ്റുകൂട്ടുന്നവയാണ്. മലയാളികൾക്ക് ഓണം എന്നത് ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു ആഘോഷമാണ്. ചിങ്ങമാസത്തിന്റെ അത്തം നക്ഷത്രത്തോടുകൂടി 10-ാം നാൾ തിരുവോണം വരവായി. മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണുവാൻ വർഷത്തിൽ ഒരിക്കലെത്തുന്ന ആഘോഷമാണ് ഓണം എന്നതാണ് ഐതിഹ്യം. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പൂക്കളം, രണ്ടാമതായി തന്നെ സദ്യ. വീടുകളിൽ പൂക്കൾ കൊണ്ട് വർണ്ണാഭമായ പൂക്കളങ്ങൾ ഇടുന്നത് ഓണത്തിന്റെ പ്രധാന ഒരു ചടങ്ങായി തന്നെ പറയുന്നു. തുമ്പപ്പൂവ്, തുളസി, മുക്കുറ്റി, തെച്ചി തുടങ്ങിയ എല്ലാത്തരം പൂക്കളും ഈ ഒരു പൂക്കളത്തിൽ ഇടം പിടിക്കും. പലതരം വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭവസമൃദ്ധമായ സദ്യ, അതായത് ഓണസദ്യ, സാമ്പാർ, അവിയൽ, പായസം എന്നിവ ഇതിൽ പ്രധാന വിഭവങ്ങളാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പലതരം ഓർമ്മകൾ വിവരിക്കാനുണ്ടാകും. ഓണത്തെക്കുറിച്ചുള്ള പഴയകാല കവിതകളും കഥകളും ഒക്കെ തന്നെ കേൾക്കുമ്പോൾ ഓണനിലാവ് പോലുള്ള കാവ്യസങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും, അല്ലെങ്കിൽ ഉടലെടുക്കുന്നത് നമ്മൾക്ക് വലിയൊരു സന്തോഷം നൽകും. ഓണക്കാലത്തെ പ്രകൃതിയുടെ മനോഹാരിതയിൽ മഴയ്ക്ക് കൂട്ടായി തന്നെ വയലുകളിൽ ഓണത്തുമ്പിയും ഓണക്കാലത്ത് മാത്രം നാട് സന്ദർശിക്കാൻ എത്തുന്ന മഞ്ഞക്കിളികളുമൊക്കെ എത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പ്രകൃതി പോലും മനസ്സുകൊണ്ട് ഓണത്തെ വരവേറ്റിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓർമ്മകൾ മാത്രമായി മാറുകയാണ്. പഴയതല്ലെങ്കിലും ഓണം ഇനിയും വരും. നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം ഈ ഓണനാളുകളെ. പണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനമായും കൃഷിയായിരുന്നു, അതായത് നെല്ലുവിളയായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് ദിനങ്ങൾ കർഷകർക്ക് ഒരു ഉത്സവ ദിനം തന്നെയായിരുന്നു. ഇത്തരത്തിൽ വിളവെടുക്കുന്ന ഉത്സവമായിരുന്നു ഓണം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് എല്ലാം മാറി. ഇപ്പോൾ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും, പ്രത്യേകിച്ച് വയലുകളൊക്കെ തന്നെ അതിവേഗം അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ പഴയ വരമ്പുകളും അതുപോലെ തന്നെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അന്യമായി മാറുകയാണ്. ഫ്ലാറ്റുകളിലും പടുകൂറ്റൻ കെട്ടിടങ്ങളിലുമൊക്കെ ഇരുന്നു കൊണ്ട് ഓണനാളുകൾ ആഘോഷിക്കുമ്പോൾ ഒരു കാലത്ത് അത് മലയാളികൾക്ക് നൽകിയിരുന്ന നന്മയും ചൈതന്യവും ഒക്കെ തന്നെ എങ്ങോ മാഞ്ഞു പോയ കാര്യം അത് വളരെ വേദനാജനകമായി മാറുകയാണിപ്പോൾ എന്നതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു പക്ഷേ ഈ പേര് നമ്മുടെ കുട്ടികൾക്ക് അത്ര അറിവുണ്ടാകണമെന്നില്ല. അതായത് ഇന്നിൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ. ഓണം എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരിക മഹാബലി തമ്പുരാനെ തന്നെയാണ്. അതിൻ്റെ ഐതിഹ്യവും എല്ലാ കാര്യങ്ങളും ഇന്നിൻ്റെ കുട്ടികൾക്ക് അറിയണമെന്നുമില്ല. എന്നാൽ കേരളത്തിലെ ഓണനാളിന് പിന്നിൽ പ്രത്യേകതയാർന്ന മറ്റൊരു കഥ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് നാട്ടിൽ ഓണം ആഘോഷിക്കുന്നത് ചേരമാൻ പെരുമാൾ എന്ന നാട്ടുരാജാവിൻ്റെ ഒരു ഓർമ്മയ്ക്ക് കൂടിയാണ് എന്നതാണ്. ചേര രാജവംശത്തിലെ അവസാന പെരുമാളായ അദ്ദേഹം തൻ്റെ രാജഭരണം ഒഴിഞ്ഞ് അതായത് സന്യാസിയായി തീർത്ഥാടനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. ഒരു ഓണനാളിലാണ് അദ്ദേഹം ഇത്തരത്തിൽ തൻ്റെ രാജപദവിയും തൻ്റെ രാജഭരണവും ഒക്കെ തന്നെ പ്രദേശവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഭരണാധികാരികളെ ഏൽപ്പിച്ച് അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിക്കുന്നത്. എന്തായാലും നല്ലവനായ പെരുമാളിന് ആളുകൾ ഗംഭീരമായ ഒരു യാത്രയയപ്പ് നൽകിയിരുന്നു. എല്ലാ വർഷത്തെയും ഓണനാൾ അദ്ദേഹത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ ഓർമ്മ നാളാണ് എന്നതാണ് മറ്റൊരു ഐതിഹ്യമായി പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.